TST Industries എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് ടെയിൽ ലാമ്പാണ്. വാട്ട്സ് ഹാപ്പനിങ് പീപ്പിൾ, ദിസ് ഇസ് Kochimachan ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ പെട്ടെന്ന് ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതെന്നാന്ന് വെച്ചത് നമ്മുടെ ടോണിക്കുട്ടൻ്റെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. 6R നമ്മളിന്ന് ഈ ഫുൾ ടെയിൽ കളഞ്ഞിട്ട് ഒരു ടെയിൽ ടൈഡിങ് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ലൈറ്റ് കണ്ടോ, ടെയിൽ ലാമ്പ്, ഈ ലാമ്പ് നമ്മൾ മാറിയിട്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് ടെയിൽ ലാമ്പ് അങ്ങ് ദുബായിന്ന് ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിന്ന് ഫിക്സ് ചെയ്യാൻ പോകണതാണ്. ചെറിയ പണിയേ ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു. അറിയാൻ ടോണിക്കുട്ടൻ്റെ വണ്ടി തൊട്ടാൽ അത് വലിയൊരു പണിയായിട്ടാണ് സാധാരണ മാറാറുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പരിപാടിയിലേക്ക് പോകാം. ബൈക്ക് മോഡിഫിക്കേഷൻ, ആക്സറീസും ട്രാവലിങ് എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഞാൻ എക്സ്ട്രാ ക്യാഷിന് വേണ്ടി തപ്പിയാണെന്നപ്പോഴാണ് എനിക്ക് ബിനോമോ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഞാൻ കണ്ടെത്തി കേട്ടോ. അപ്പോൾ ഈ ആപ്പിനെ പറ്റി കുറേ ന്യൂസ് ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. ഫോബ്സ് ഇന്ത്യ, ഇക്കണോമിക് ടൈംസ്, അങ്ങനെ കുറേ ന്യൂസ് ആർട്ടിക്കിൾസ് ഈ ആപ്പിനെ പറ്റി വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ ആപ്പിനെ പറ്റി കുറച്ച് റിസർച്ച് ചെയ്തിട്ടോ. അപ്പോൾ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇതിന് കുറേ നെഗറ്റീവ് ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്സിൻ്റെ പുറകെ ഞാൻ പോയപ്പോൾ ഞാൻ കണ്ടെത്തി എന്താണെന്ന് വെച്ചാൽ ഈ ആപ്പിന് തന്നെ കുറേ ഫേക്ക് ആപ്പ് കുറേ ഇറങ്ങിയിട്ടുണ്ട്. അത് കൂടാണ്ട് ഇതിൻ്റെ ഓൾഡ് വേർഷൻ ആപ്പ് ഉപയോഗിച്ചവർക്കാണ് ഈ കൂടുതലും നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്സ് വന്നേക്കണേ. അപ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിൽ വഴി തന്നെ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്കതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്. ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ട് വഴി ഞാൻ ട്രേഡിങ്ങും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ ഒരു ഗ്രാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ബെസ്റ്റ് നമുക്ക് ക്യാൻഡിൽ ഗ്രാഫ് ഉപയോഗിക്കണമാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലാദ്യം പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് 2 അക്കൗണ്ട് നമുക്ക് ഡെമോ അക്കൗണ്ടും ഉണ്ടാവും, അതുകൊണ്ട് റിയൽ അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ അക്കൗണ്ട് വഴി നമ്മൾ കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ റിയൽ അക്കൗണ്ട് വഴി നമ്മുടെ ഡീൽസും കാര്യങ്ങളൊക്കെ നടത്തുക. അപ്പോൾ ആദ്യം നമുക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യണ കാര്യം ഞാൻ പറഞ്ഞു. ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയാൽ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ കുറേ കാര്യങ്ങൾ വരും. കണ്ടോ, ഇതിൽ നമ്മുടെ പേടിഎം, UPI, ഫോൺപേ, അങ്ങനെ കുറേ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറേ മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പൈസയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചാർട്ട് നല്ല രീതിയിൽ അനലൈസ് ചെയ്യണം. കാര്യം ഇതിൽ പൈസ ഏൺ ചെയ്യാനും ചെയ്യാണ്ടിരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചാർട്ട് നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഞാനിപ്പോൾ ഒരു 350 റുപ്പീസാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോണേ. 350 റുപ്പീസിൽ നമ്മൾ ഞെക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നോക്കിയിട്ട് ഞാനിപ്പോൾ അപ്പിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കണേ. നമുക്ക് നോക്കാം എന്താ സംഭവിക്കണമെന്ന്. ഞാനിപ്പോൾ 350 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, കണ്ടില്ലേ. അപ്പോൾ എനിക്കിപ്പോൾ 640.50 പൈസ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഞാൻ 350 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് 640 റുപ്പീസാണ് ഇപ്പോൾ എനിക്ക് തിരിച്ച് കിട്ടിയ പൈസ. അപ്പോൾ ഞാൻ ഇതെങ്ങനെ നമുക്ക് വിഡ്രോ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ബാലൻസിൽ പോവുക. ബാലൻസിൽ പോയിട്ട് നമുക്ക് വിഡ്രോ ഓപ്ഷൻ ഉണ്ട്. വിഡ്രോ ഓപ്ഷൻ ഞെക്കുമ്പോഴത്തേക്കും നമുക്ക് നെറ്റ് ബാങ്കിങ് വഴി നമുക്ക് നേരെ ഡയറക്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് വിഡ്രോ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡീലൊക്കെ സെറ്റ് ചെയ്യേണ്ട സംഭവം. അതുകൂടാണ്ട് നമുക്ക് സ്പ്രിംഗ് 100 എന്ന് പറഞ്ഞ ഒരു കൂപ്പൺ കോഡും കൂടി ഉണ്ട്. അത് ഉപയോഗിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് നേരെ ഡബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ലിങ്ക് വഴി തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. അങ്ങ് USC നിന്ന് ഇറക്കിയാണ്. TST ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് ടെയിൽ ലാമ്പാണ്. ഇതാണ് നമ്മുടെ സാധനം. ഞാൻ എടുക്കുകയായി. കണ്ടോ, അയ്യോ ഒരു റിലേ ആട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടെയിൽ ലാമ്പ്. ഇതിൽ തന്നെ ഇൻഡിക്കേറ്ററും സ്റ്റോപ്പ് ലൈറ്റും ഇത് തന്നെ. അപ്പോൾ ഇതാണ് നമ്മളിത് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. ഇതാട്ടോ സാധനം, ഞങ്ങൾ ടെയിൽ ലാമ്പ്. ഇത് ടോണി ആട്ടോ, അവന് ഭയങ്കര മടിയാ, മാസ്ക് ഭയങ്കര നാണോ ടോണി. ഫേസ് ആണ് ഭയങ്കര സുന്ദരനാട്ടോ ടോണി. കല്യാണമൊക്കെ അടുത്ത മാസം. അപ്പോൾ അതെ ടെയിൽ ലാമ്പ് ഊരി. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് സെയിം ഷേപ്പ് തന്നെയാണ് മറ്റേതും. അതിൽ കൂടെ ഒരു നമുക്ക് ഇൻഡിക്കേറ്ററും കൂടെ ഇൻറ്റിഗ്രേറ്റഡ് ആയിരിക്കും. അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്കും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടുത്തെ സൈഡ് പാനലൊക്കെ ഊരി. സൈഡ് പാനലാകെ 2 ബോൾട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനത്തെ ഒരു ക്ലിപ്പിലാട്ടോ, ഫുള്ള് ചെറിയ ക്ലിപ്പിലാണ്. ബാക്കി ജസ്റ്റ് 2-3 സ്ക്രൂവേ ഉള്ളൂ. ഊരാനൊക്കെ ഭയങ്കര സിമ്പിളായിരുന്നു, വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായില്ല. കറക്റ്റ് സാധനം ഇത് ഫിറ്റ് ചെയ്യാനാണ്. ഇതെന്താ സാധനം എന്ന് വെച്ചാൽ സ്റ്റോക്ക് എക്സോസ്റ്റിൽ ഒരു വാൽവ് ഉണ്ടാവും. അപ്പോൾ ആ വാൽവിനെ ഓപ്പറേറ്റ് ചെയ്യണ ഒരു സെർവോ മോട്ടറാണിത്. അപ്പോൾ അത് നമുക്കിപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണം. ഇത് മാറി ഇതിൻ്റെ ചിലപ്പോൾ ചില സമയത്ത് ഒരു എററൊക്കെ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് സെർവോ ബഡി എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അതിലേക്ക് നമ്മൾ പാച്ച് ചെയ്ത് നമ്മൾ ECUവിനെ പറ്റിക്കും. മോട്ടർ അവിടെ ഉണ്ടെന്ന്, അതിനാണ് ഈ സെർവോ ബഡി എന്നുള്ള സാധനം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ടെയിൽ സെഷൻ. ഭയങ്കര ഈസി ആയിരുന്നു, പെട്ടെന്ന് ഊരി കഴിഞ്ഞു. ഇത്രയും
പെട്ടെന്ന് കഴിയുന്ന നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ ഇവിടെ. സാധാരണ ഇത് തൊട്ടാ ഒരു 3 ദിവസം പോവാറുണ്ട്. അതാണ് പതിവ്. ഇതായിരിക്കണം 3 ദിവസം പോയ സാധനം. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഇനി നമ്മുടെ ടെയിൽ ടൈഡി ഉണ്ട്. ടെയിൽ ടൈഡി എന്ന് പറഞ്ഞാൽ ടെയിൽ ടൈഡി നമുക്ക് എല്ലാവർക്കും നമുക്ക് വളരെ ലോക്കലായി അല്ലെങ്കിൽ വളരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ സാധനം. ഭയങ്കര ചീപ്പ് റേറ്റിൽ നമുക്ക് ഈ സാധനം കിട്ടും. നമ്മളെല്ലാ വണ്ടിക്കും ഇത് കാണാറുണ്ട്. അത് തന്നെ നമ്മൾ ഇതിനും സെറ്റ് ചെയ്യാൻ പോണേ. അതിനുവേണ്ടി സെപ്പറേറ്റ് നമ്മൾ ചെറിയൊരു ക്ലാമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചിട്ട് അത് ജസ്റ്റ് ഞങ്ങൾ പെയിന്റ് അടിച്ച് വെച്ചേക്കുക. നമ്മളിത് ആദ്യം ഫിക്സ് ചെയ്ത് നോക്കും. അത് ഷൂട്ടായില്ലെങ്കിൽ നമ്മൾ ഷൂട്ടാക്കും. സെറ്റാണ്. ഇത് സ്റ്റോക്ക് നമ്മൾ ഊരിയെടുത്തിട്ട് ഇതിൽ സെറ്റ് ചെയ്യണം. ഗോ സെറ്റ് സാധനം. ടോണിക്കുട്ടന്റെ സന്തോഷം മാസ്ക് ഊരിയതെങ്കിൽ കാണായിരുന്നു. നീ അധികം കാണിക്കണ്ട. ഒന്നും കൂടി സ്മോക്ക് ചെയ്യണോ? ഇത് തന്നെ കാണാമോ? അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട്. കണ്ടോ, ഇതാണ് സാധനം. ഇതാണ് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ടെയിൽ ലാമ്പ് വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ബ്രേക്ക് ലൈറ്റ്. ഒരു റിലേ ഉണ്ട് കേട്ടോ, ഒരു ചെറിയൊരു റിലേയും കൂടെ ഉണ്ട്. അതും കൂടെ നമ്മൾ സെറ്റ് ചെയ്യണം. യെസ്, ഈ റിലേയിലാണ് എല്ലാം ഇരിക്കണം. അതായത് ഇതിൻ്റെ സ്പീഡും ഈ നമ്മൾ ഫ്ലിക്കർ ആവാനുള്ള സ്പീഡ്, ലൈറ്റ് ഫ്ലിക്കർ ചെയ്യണതും ബ്ലിങ്ക് ചെയ്യണതിൻ്റെ സ്പീഡ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യണേ. ടൈറ്റ് ആയിരിക്കും. കണ്ടോ, ഇത് നമ്മൾ ഈ സാധനം ഈ വെള്ള അത് നമുക്ക് തിരിക്കുമ്പോൾ ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ആയി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയാണ് അത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവൻ്റെ വണ്ടി തൊട്ട് ചെറിയ പണിയൊന്നുമില്ല, വലിയ പണിയില്ലാതെ ഇരണ്ടേന്ന്. അപ്പോൾ ഈ ചെറിയ സാധനം വെക്കാൻ വേണ്ടി ബാറ്ററി വരണം. ബാറ്ററിയുടെ അടിയിലാണ് റിലേ ഇരിക്കുന്നത്. അപ്പോൾ വേഗം ബാറ്ററി ഇരിക്കും. ഓ മൈ ഗോഡ്, എൻ്റെ പുതിയ ഗവേഷണത്തിൽ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ടോണിയുടെ വണ്ടിയുടെ അകത്ത് മൊത്തം ഉറുമ്പാണ്. കണ്ടോ, ഫുൾ ഉറുമ്പിന്റെ വീടായിരുന്നു 6R. ഉറുമ്പ് പോലും 6Rനെ വെറുതെ വിട്ടില്ല ഗൈസ്. വയറ് തിന്നിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോ തീരുമാനം ഇട്ടാ. അതാ നമ്മൾ ടോണിയുടെ ബാറ്ററി ഊരിക്കുന്നു ഗൈസ്. ബാറ്ററി ബാറ്ററി ബോക്സിന്റെ അകത്താ. അപ്പോൾ ഇതാണ് റിലേ കേട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റോക്ക് ഇൻഡിക്കേറ്ററിൻ്റെ റിലേ. അതായത് അതിൻ്റെ ആ ഫ്ലാഷിങ്ങിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യണ റിലേ ഇതാണ്. അത് നമ്മൾ മാറ്റിയിട്ട് ഈ സാധനം വെക്കും. ഓക്കെ, നമുക്കത് തന്നെ വെക്കാം. പക്ഷേ ലൈറ്റിൻ്റെ ഇത് തന്നെ വേണം. മതി, മാറ്റണം നിർബന്ധമൊന്നുമില്ല. ഇത് വേണമെന്ന്. ഇത് വെക്കുമ്പോൾ കുറച്ചും കൂടെ സ്പീഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഊരിയ നമ്മൾ ടോണിയുടെ വണ്ടി ജസ്റ്റ് ഒന്ന് തീ വന്നില്ല. കാണാണ്ട് സർവോ മോട്ടർ പോയി. ഇതാണ് ഇൻഡിക്കേറ്റർ എന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ അത് പാറ്റേൺ മാറ്റാം. ബ്രേക്ക് മിന്നിക്കൊണ്ടിരിക്കണോ? ഡിഫറെന്റ് പാറ്റേൺസ് കാണിച്ചു തരും കേട്ടോ. അത്രേ മിന്നുള്ളൂ, നീ കഷ്ടപ്പെടണ്ട. ഇത് വേണ്ട പയ്യെ ചവിട്ട്, നീ ദേഷ്യം തീർക്കല്ലേ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഞങ്ങൾ ഇത്രയും സെറ്റ് ചെയ്തു. ടെയിൽ ടൈഡി സെറ്റ് ചെയ്യാൻ പോണു. ഇനി ടെയിൽ ലാമ്പ് വെച്ചു. ഇവിടെ കുറച്ച് സ്ക്രൂവും കാര്യങ്ങളൊക്കെ കണക്ഷനൊക്കെ കൊടുത്തു. ഇപ്പോൾ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. സാധനം സെറ്റ് ആയിട്ട് എന്തായാലും. ഇനി നമുക്ക് ടെയിൽ ടൈഡി വെക്കാം. ടെയിൽ ടൈഡി നമ്മൾ ഇവിടെ ആയിട്ടാണ് സെറ്റ് ചെയ്യാൻ പോണേ. ഈ ഗ്യാപ്പ് ഉണ്ടോ, ഈ ഗ്യാപ്പിലാണ് നമ്മൾ ടെയിൽ ടൈഡി സെറ്റ് ചെയ്യാൻ പോണേ. ഇവിടെ ഒരു ചെറിയൊരു പീസ് വെച്ചിട്ട് ആ CNC ഫിനിഷുള്ള ടെയിൽ ടൈഡി നമ്മൾ സെറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ അടിച്ചെടുത്ത ഒരു പ്ലേറ്റ്. ഇത് കവർ ചെയ്യാൻ വേണ്ടി കണ്ടോ, ഈ പീസ് ഇങ്ങനെ കവറായി നിൽക്കും അവിടെ. എന്നിട്ട് നമ്മൾ ഈ ടെയിൽ ടൈഡി നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യും. ഇങ്ങനെ ഇരിക്കും ടെയിൽ. കണ്ടോ, ഇതാണ് ടെയിലിൻ്റെ അവസ്ഥ. ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ വേഗം തന്നെ ആ പ്ലേറ്റ് പിടിച്ചോ. ഇതകത്തുനിന്ന് നമുക്ക് ഈ 2 ബോൾട്ട് ഇട്ടോ സാധനം സെറ്റാം. ഗോസ്റ്റ് 46 is here. ഞങ്ങളുടെ പണിയെടുക്കുന്നുണ്ട്. ഗോസ്റ്റ് 46 is here. കഴിഞ്ഞ് ഇതിന് വന്നെങ്കിൽ മറ്റേ ആന വന്നം അവിടെ അതിനി വരില്ല. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഫൈനലി. ഇനി ഈ പ്ലാസ്റ്റിക് പീസൊക്കെ ഒട്ടിച്ച് വെക്കണം. ഇത് ഫുൾ വെറുതെ ഈ ക്ലിപ്പിലാട്ടോ നിൽക്കണം മൊത്തം.
സ്ക്രൂവിങ് ഉണ്ടോ? ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ക്ലിപ്പ്. അപ്പോൾ ഇതാണ് ടെയിൽ ടൈഡി. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്. 1500 രൂപയുള്ള ഈ ടെയിൽ ടൈഡിക്ക് CNC ഫിനിഷ്ഡ് ടെയിൽ ടൈഡിയാണ്. നമ്മുടെ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. സ്മോക്ക്ഡ് ആണ് ഓൾറെഡി. ടെയിൽ ലാമ്പ് കുറച്ച് സ്മോക്ക്ഡാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ 6R ഓവറോൾ ലുക്ക്. എൻ്റെ മോജോ അവിടെ ഇരിക്കുന്നുണ്ട്. മോജോണ് ലുക്ക്. എന്നാലും പിന്നെ 6R നമ്മൾ വിട്ടുകൊടുത്തേക്കണം തൽക്കാലത്തേക്ക്. 15,000 രൂപയുടെ ടെയിൽ ലാമ്പൊക്കെ വെച്ചേക്കാണ്. കുഴപ്പമില്ല, നീ തന്നെ പൊളി. പിന്നെ ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് പരിപാടി എൻഡ് ചെയ്യുന്നു. അപ്പോൾ പാക്കപ്പ് പരിപാടി കഴിഞ്ഞു. ഞങ്ങൾ ഫുൾ ഫെയറിങ്ങും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനി നമ്പർ പ്ലേറ്റ് ഒട്ടിയാണ് ടൈപ്പാണ്. ചെറിയ നമ്പർ പ്ലേറ്റാണ്, കുട്ടി നമ്പർ പ്ലേറ്റാണ്. അത് എവിടെ നമ്പർ പ്ലേറ്റ്? ഇത്രയും ചെറിയ നമ്പർ പ്ലേറ്റ് ആട്ടോ. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 3M സ്റ്റിക്കർ ഓൾറെഡി ചെറിയ 2-3 അവൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ലോക്കൽ സാധനം വെച്ചിട്ട് എല്ലാം കൊണ്ട് കളഞ്ഞ് കണ്ട സാധനം തന്നെ ഉണ്ടാ പൊളി. അപ്പോൾ അത് പറിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് നമ്പർ പ്ലേറ്റ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്പർ പ്ലേറ്റ് കൊണ്ട് പിടിപ്പിക്കണ പരിപാടി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞു. ഓസ്റ്റിൻ റേസിംഗ് ഇപ്പോഴും ഫുൾ പവറിൽ ഓടുന്നുണ്ട്. അതും ഒരു വിഷയമൊന്നുമില്ല. 3 ദിവസം എടുത്ത് ചെയ്ത പണിയായിരുന്നു അത് സെറ്റായിട്ട്. അപ്പോൾ കഴിഞ്ഞു നമ്മുടെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ ടോണിക്കുട്ടൻ്റെ വണ്ടിയിൽ ടെയിൽ ടൈഡി വന്ന് ടോണിക്കുട്ടൻ 2 വാക്ക് പറയും. 2 വാക്ക് പറഞ്ഞാൽ ഓടാ. അതെ, കനേഡിയൻ കസ്റ്റംസിന് ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. $40 ഞങ്ങളെ കൊണ്ട് കസ്റ്റം ഡ്യൂട്ടി അടപ്പിച്ചു. പിന്നെ 35 രൂപ ഡെലിവറി ചാർജും വെച്ചിട്ട് 15,000 രൂപ എടുത്ത് വാങ്ങിയ ടെയിൽ ലാമ്പ് ആട്ടോസാണ്. അപ്പോൾ കഴിഞ്ഞ പരിപാടി ഇല്ല. അപ്പോൾ അതൊക്കെ ആയിരുന്നു നമ്മുടെ ടോണിക്കുട്ടൻ്റെ വണ്ടിയുടെ ടെയിൽ ലാമ്പ് നമ്മൾ സെറ്റ് ചെയ്ത വീഡിയോ കേട്ടോ. സോ യെസ്, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ലൈക്കൻ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങൾ സ്വന്തം കൊച്ചി ചാനൽ. ബൈ. എലക്ഷൻ്റെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമുണ്ട്. ടോണിയുടെ ടൈൽ ഞങ്ങൾ ഉരുക്കളഞ്ഞേ. സ്ക്രീനിൽ കൊണ്ടുവരാം.